ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പ്രിയ ഭാര്യ സാരി ഒരു പാട്ടിൻ്റെ ഏതാനും ശീലുകൾ പാടും. നമുക്ക് പ്രാർത്ഥനയോടെ ആ ഗാനങ്ങൾ ശ്രദ്ധിക്കാം. ഈ വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു ചെറിയ ഗാനം പാടുന്നത് അതെല്ലാം നമ്മുടെ മനസ്സിനെ ഉണർത്തുവാനും ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അതെല്ലാം ഉപയോഗമാകും. സാലി അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ സാലി എഴുതിയത് മാത്രമല്ല, അനേകം ദൈവദാസന്മാർ എഴുതിയതായ പാട്ടുകൾ പാടാറുമുണ്ട്. നമുക്കിപ്പോൾ ആ ഗാനം ഒന്ന് ശ്രദ്ധിക്കാം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം കേട്ടല്ലോ. നമുക്ക് തിരുവചനത്തിലേക്ക് പ്രവേശിക്കാം. നാം ചിന്തിച്ചു വന്നത് ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഒരമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവൻ്റെ 10-ാം തലമുറ പോലും ഒരു നാളും പ്രവേശിക്കരുത്. ഒരു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. പക്ഷേ മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് ദൈവസഭയിൽ പ്രവേശിച്ചു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പ്രവേശിച്ചു. എങ്ങനെയാണ് രൂത്ത് ദൈവസഭയിൽ പ്രവേശിക്കാനിടയായത്? നമുക്കൊന്ന് ചിന്തിക്കാം. വേദപുസ്തകത്തിൽ തന്നെ രൂത്തിൻ്റെ പേരിൽ ഒരു പുസ്തകമുണ്ട്. അതാണ് രൂത്തിൻ്റെ പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകം കഴിഞ്ഞ് ഉടനെ തന്നെ ഉള്ളതാണ് രൂത്തിൻ്റെ പുസ്തകം, അഥവാ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിന് മുമ്പ് ഉള്ള പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം. രൂത്തിൻ്റെ പുസ്തകത്തിൽ ഏതാനും ചില കഥാപാത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് രൂത്ത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരാളാണ് നവോമി. നവോമിയുടെ ഭർത്താവ് ഏലിമേലേക്ക്, നവോമിയുടെയും ഏലിമേലേക്കിൻ്റെയും മക്കളായ മഹലോൻ, കില്യോൻ, അവരുടെ ഭാര്യമാരായിരുന്ന രൂത്തും ഓർപ്പയും. അതോടൊപ്പം തന്നെ ബോവസ് എന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രവുമുണ്ട് ഈ രൂത്തിൻ്റെ പുസ്തകത്തിൽ. പ്രധാനമായിട്ടും ഇത്രയും പേരാണുള്ളത്. കർത്താവിന് സ്തോത്രം. എങ്ങനെയാണ് മോവാബ്യ പെൺകുട്ടിയായ രൂത്ത് ദൈവസഭയിൽ പ്രവേശിച്ചത്? യെരുശലേമിൽ ക്ഷാമം വന്നപ്പോൾ ഏലിമേലേക്കിൻ്റെ കുടുംബം, ഏലിമേലേക്കും നവോമിയും മഹ്ലോനും കില്യോനും മോവാബ് ദേശത്ത് നിന്ന് പാർപ്പാൻ ഇടയായി. അവിടെ വെച്ച് ഈ 2 ആൺമക്കളും വിവാഹം കഴിച്ചു. ഒരാൾ ഓർപ്പ എന്ന പെൺകുട്ടിയെയും മറ്റൊരാൾ രൂത്ത് എന്ന പെൺകുട്ടിയെയും വിവാഹം കഴിച്ചു. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ 2 ആൺമക്കളും മഹ്ലോനും കില്യോനും മരണപ്പെട്ടു. അങ്ങനെ അതിനു മുമ്പ് തന്നെ ഏലിമേലേക്ക് മരിച്ചു.
അങ്ങനെ നവോമി വിധവയായി, രൂത്തും ഓർപ്പയും വിധവമാരായി. അങ്ങനെ 3 വിധവമാർ മാത്രം വസിക്കുന്ന ഒരു ഭവനം. തകർച്ചയുടെ അനുഭവമാണ്, തകർച്ചയാണ്, നാശമാണ്, വലിയ കെടുതിയാണ് കുടുംബത്തിൽ സംഭവിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവോമി കേട്ടു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചു, യെരുശലേമിൽ ക്ഷാമം മാറി, അവിടെ ദൈവം അപ്പം നൽകുന്നു, ജനത്തിന് ആഹാരം നൽകുന്നു എന്ന് കേട്ടപ്പോൾ നവോമി ചിന്തിച്ചു, തിരിച്ച് യെരുശലേമിലേക്ക് തന്നെ പോയി കളയാം. ജീവിതത്തിൽ ഏതെങ്കിലും വഴിത്തെറ്റുകൾ വന്നവർ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്പത്തിൻ്റെ ഭവനമായ യെരുശലേമിൽ നിന്നും നാശത്തിൻ്റെ ശാപത്തിൻ്റെ നാടായ മോവാബിലേക്ക് പോയ ആ കുടുംബം, അവരുടെ ജീവിതത്തിൽ വന്ന കേടുകൾ എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ നല്ല വാർത്ത കേട്ടു, യെരുശലേമിൽ ദൈവം തൻ്റെ ജനത്തിന് ആഹാരം കൊടുക്കുന്നു. നവോമി ചിന്തിച്ചു, മടങ്ങിപ്പോയി കളയാം. അപ്പോൾ ഒരു കാര്യം, ഈ മരുമക്കളെ എന്ത് ചെയ്യും? നവോമി ഈ മരുമക്കളെ രണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഞാൻ ബേത്ലഹേമിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ തന്നെ താമസിക്കൂ, വിവാഹം കഴിച്ച് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ജീവിക്കേ. അങ്ങനെയെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞ് നവോമി രൂത്തിനെയും ഓർപ്പയെയും പിരിയാൻ തുടങ്ങുകയാണ്. എന്നാൽ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, ഈ വാക്കുകൾ നവോമി പറയുമ്പോൾ ഓർപ്പയും രൂത്തും പറഞ്ഞു, അല്ല, ഞങ്ങൾ നിൻ്റെ കൂടെ വരുന്നുവെന്ന്. പക്ഷെ അമ്മ നിർബന്ധിക്കുമ്പോൾ ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. എന്നാൽ രൂത്ത് എന്ത് ചെയ്യുന്നറിയാമോ? അമ്മാവിയമ്മയോട് പറയുകയാണ്. ആ ഒരു സമർപ്പണമാണ് രൂത്തിൻ്റെ ജീവിതത്തിൽ സ്ഥായിയായ ഒരു മാറ്റത്തിന് നാന്ദി കുറിച്ചത്. സ്തോത്രം. എന്താണ് ആ രൂത്ത് എടുത്ത തീരുമാനം? അത് കാണണമെങ്കിൽ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം മുതൽ നമുക്കൊന്ന് വായിക്കാം. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ആര്? രൂത്തും ഓർപ്പയും പൊട്ടിക്കരഞ്ഞു നവോമിയുടെ മുമ്പിൽ വെച്ച്. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ചു പിരിഞ്ഞു. രൂത്തോ അവളോട് പറ്റി നിന്നു. അപ്പോൾ അവൾ, നവോമി പറയുകയാണ്, നിന്റെ സഹോദരി തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ, നീ നിൻ്റെ സഹോദരിയുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് രൂത്ത്, അതാണ് 16-ാമത്തെ വാക്യം, അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. ഓർപ്പ അമ്മാവിയമ്മയെ ചുംബിച്ച് തൻ്റെ ജനത്തിൻ്റെ അടുക്കിലേക്കും തൻ്റെ ദേവൻ്റെ അടുക്കിലേക്കും പോയപ്പോൾ രൂത്ത് എന്ത് ചെയ്യുന്നറിയാമോ? തൻ്റെ പാരമ്പര്യമായി തൻ്റെ മാതാപിതാക്കളും തൻ്റെ കുടുംബക്കാരും സേവിച്ച ദേവൻ്റെ അടുക്കിലേക്ക് പോകാൻ അവൾ തയ്യാറായില്ല. ആ വിഗ്രഹാരാധികളായ ശാപഗ്രസ്തരായ മോവാബ്യ ജനത്തോട് ചേർന്ന് നിൽക്കാനല്ല രൂത്ത് തീരുമാനിച്ചത്. ദൈവജനമായ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് നിൽപ്പാൻ, അമ്മാവിയമ്മയോട് പറ്റിച്ചേർന്ന് നിൽപ്പാൻ രൂത്ത് തീരുമാനിച്ചു. രൂത്തിൻ്റെ ഡിസിഷൻ, രൂത്തിൻ്റെ തീരുമാനം, പ്രിയപ്പെട്ടവരെ, ആ വലിയ തീരുമാനമാണ് അവളുടെ കുടുംബത്തിൻ്റെ ശാപം മാറ്റിക്കൊടുത്തത്. കർത്താവിന് സ്തോത്രം. അവൾ എന്താണ് പറഞ്ഞത്? അമ്മാവിയമ്മയോട് പറയുകയാണ്, അമ്മേ, നിന്നെ വിട്ടുപിരിവാൻ എന്നോട് പറയരുതേ, ഞാൻ നിന്നെ വിട്ടുപിരികയില്ല, നീ പോകുന്നിടത്ത് ഞാനും പോകും, ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് തന്നെ ഞാൻ പാർക്കുകയുള്ളൂ. നിൻ്റെ ജനമാണ് എൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനമാണ് എൻ്റെയും ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. പിന്നെയും പറയുകയാണ്, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഒരു ദിവസത്തെ തീരുമാനമല്ല, മരണം വരെയുള്ള തീരുമാനം. സ്തോത്രം. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണം അധികം എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ നവോമി അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏതെല്ലാം കേടുകളും കെടുതികളും ഉണ്ടെങ്കിലും ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം എടുക്കേണ്ട ചില സമർപ്പണങ്ങൾ എടുക്കുമ്പോൾ കെടുതികൾ മാറും, കേടുകൾ മാറും, ശാപങ്ങൾ മാറും, ബന്ധനങ്ങൾ മാറും, അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഇതൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ കുടുംബത്തിൽ ശാപമുണ്ട്, എൻ്റെ കുടുംബത്തിൽ കേടുണ്ട്, കെടുതിയുണ്ട്, അല്ലെങ്കിൽ ബന്ധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുകയല്ല നാം ചെയ്യേണ്ടത്. നാം എന്ത് ചെയ്യണം? ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിക്കണം, നമ്മെ തന്നെ സമർപ്പിക്കണം, നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനുള്ള നമ്മുടെ സമർപ്പണം അത് ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. ഒരുപക്ഷെ ദൈവമക്കളെ പലരും പരിഹസിക്കും, ഒറ്റപ്പെടുത്തും, വില കുറഞ്ഞവരെന്ന് കാണും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിലപ്പെട്ടവരാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ, കർത്താവിന് വേണ്ടി ജീവിതം വേർതിരിച്ചവർ വിലപ്പെട്ടവരാണ്.
അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഹൃദയം. എൻ്റെ കർത്താവിന് സ്തോത്രം. അവൾ പറയുകയാണ്, നിൻ്റെ ജനമാണ് എൻ്റെ ജനം, മോവാബിലെ ജനമല്ല എൻ്റെ ജനം, നവോമിയുടെ ജനം, ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനമാണ് എൻ്റെ ജനം എന്ന് അവൾ പറയുകയാണ്. നവോമിയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. പാരമ്പര്യങ്ങളിൽ നിന്നും മാറി, പാരമ്പര്യ കെട്ടുകളിൽ നിന്നും മാറി, ചില ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറി, പാരമ്പര്യമായി വർഷങ്ങളായി ആചരിച്ചു പോകുന്ന ചില കുടുംബ ആചാരങ്ങളിൽ നിന്ന് മാറി ദൈവജനത്തോട് ചേരുന്ന അനുഭവം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളുടെ ചില പാരമ്പര്യങ്ങളാണ്, ചില ആചാരങ്ങളാണ്, ചില അനുഷ്ഠാനങ്ങളാണ്, ചില കർമ്മങ്ങളാണ്, ചില ശാപകരമായ ദുരാചാരങ്ങളാണ്. അതിനോടെല്ലാം യാത്ര പറഞ്ഞ് ദൈവജനത്തോടും ദൈവത്തോടും ചേരുവാൻ നിങ്ങളൊരു തീരുമാനമെടുത്താൽ, പ്രിയപ്പെട്ട സഹോദരാ, നിൻ്റെ ജീവിതം തളിർക്കും. മകളെ, നിൻ്റെ ജീവിതം പുഷ്പിക്കും. അങ്ങനെ ജീവള ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ നിങ്ങൾക്കിടയാകും. നവോമി അമ്മാവി അമ്മയുടെ ഉള്ളിൽ കുളിർത്തു ഈ മകളുടെ വാക്ക് കേട്ടിട്ട്. കർത്താവിന് സ്തോത്രം. അവൾ ഈ മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബേത്ലഹേമിലേക്ക് മടങ്ങി വന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു മോവാബിനോ അമ്മോവിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നുള്ള ദൈവത്തിൻ്റെ കർക്കശമായ കൽപ്പന ഈ സമർപ്പണത്തിന് മുമ്പിൽ അലിഞ്ഞുപോയി. ഹല്ലേലൂയ. അതേ പ്രിയരേ, നമ്മുടെ ചില സമർപ്പണങ്ങൾ ജീവള ദൈവത്തെ ചലിപ്പിക്കും. ശാപം മാത്രമായി നമ്മുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ പകരാൻ നമ്മുടെ സമർപ്പണം നാം സമർപ്പിക്കുക. ദൈവകരങ്ങളിലേക്ക് നമ്മൾ തന്നെ കൊടുക്കുക. നമ്മുടെ ഭാവി കർത്താവിന് സമർപ്പിക്കുക. ജീവിതം യേശുവിന് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം മാറും. ഇനിയും പല കാര്യങ്ങളുണ്ട് രൂത്തിൻ്റെ ജീവിതത്തിൽ. അവൾ അനുഗ്രഹിക്കപ്പെടാൻ, അവളുടെ ശാപം മാറാൻ ഒന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ കാര്യം അവളുടെ സമർപ്പണമാണ്, ഡെഡിക്കേഷൻ. രൂത്ത് തീരുമാനിച്ചു. കർത്താവിന് സ്തോത്രം. രൂത്തിൻ്റെ ഡെഡിക്കേഷൻ. കർത്താവിന് സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാമോ? ഇന്ന് തളർന്നും വാടിയും നിരാശപ്പെട്ടും ജീവിതത്തിൽ ഒരു കരയേറ്റവുമില്ലാതെ വിഷമിച്ച് കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കൂ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങളുടെ കഴിഞ്ഞകാല ശാപങ്ങൾ മാറ്റി അനുഗ്രഹത്തിൻ്റെ പന്ഥാവിൽ ദൈവം നിങ്ങളെ നിർത്തും. ആത്മീയമായി, ഭൗതികമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സമർപ്പിച്ചുകൊണ്ടും നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ വിളിച്ചാൽ, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.